ഹായ് ഹലോ കൂട്ടുകാരെ, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു യാത്ര പോവാണേ. നമ്മുടെ കുഞ്ചെറുക്കൻ്റെ മുടി ഇറക്കാനായിട്ട് പഴനിക്ക് പോവാണ്. അപ്പം ഇവിടുന്ന് ഞാനും പിള്ളേരേ ഉള്ളൂ, ഏട്ടൻ വരുന്നില്ല. അപ്പോൾ ഇവിടുന്ന് നമ്മൾ വീട്ടിൽ ചെന്നിട്ട് വീട്ടിൽ നിന്ന് എല്ലാവരും കൂടിയാണ് കേട്ടോ പോകുന്നത്. അപ്പം നമുക്ക് ഇവിടുന്ന് പോകാം. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പം ജയന്താമ്മയും ചേച്ചിയൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളെ യാത്ര അയക്കാൻ. അങ്ങനെ ഞങ്ങളിതേ യാത്ര സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. നമ്മളിന്ന് പോകുന്നത് കുമ്മളി വഴിയാണേ. നമ്മൾ സാധാരണ എപ്പോഴും തമിഴ്നാട് പോകാറുള്ളത് കമ്പംമെട്ട് വഴിയായിരുന്നു. പക്ഷേ ഇപ്പോൾ കമ്പംമെട്ട് വഴി പണി കാരണം അടച്ചിട്ടേക്കുന്നതുകൊണ്ട് നമുക്കതിലേ പോകാൻ പറ്റത്തില്ല. കുമ്മളി വഴിയാണേ വന്നത്. അപ്പോൾ വരുന്ന വഴിക്ക് നമുക്കിത് ഇതുപോലെ പൈപ്പ് കണ്ടപ്പോൾ ഇറങ്ങിയതാണ് കേട്ടോ. മുല്ലപ്പെരിയാറ്റിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുവന്ന പൈപ്പാണേ. അപ്പോൾ കുറച്ച് നേരം അവിടെ ഇറങ്ങി നിന്ന് അവിടുത്തെ ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് നല്ല വ്യൂ ആണ് കേട്ടോ. തമിഴ്നാട് വ്യൂ അവിടെ നിന്നാൽ നല്ല ഭംഗിയായിരുന്നു. കുറേ നേരം അവിടെ നിന്നു. പിന്നെ നമുക്കവിടെ ആ റോഡിന് അധികം വീതി ഇല്ലാത്തതുകൊണ്ട് ഒത്തിരി നേരം നമുക്ക് വണ്ടി അവിടെ ഇടാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ താഴേക്ക് പോകുന്നു കേട്ടോ. ഇറങ്ങി കഴിഞ്ഞാൽ മുഴുവൻ വ്യത്യാസമല്ലേ നമ്മുടെ കേരളത്തിൽ നിന്ന് മുഴുവൻ പരന്ന് കിടക്കുന്ന സ്ഥലവും അങ്ങനെ നല്ല ഭംഗിയാണേ. അങ്ങനെ ഞങ്ങൾ ഇടയ്ക്കൊന്ന് ഇറങ്ങി കുറേ നേരം വണ്ടിയിരുന്ന് മടുത്തപ്പോഴത്തേക്ക് അപ്പോൾ അവിടെ ചേച്ചിമാരൊക്കെ ഉള്ളി നടുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഞങ്ങളിത് ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയതാണ്. ഫുഡൊക്കെ കഴിച്ച് ഇനിയിപ്പം നേരെ റൂമൊക്കെ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല, നേരെ ചെന്നാൽ മതിയായിരുന്നു. നമ്മൾ സ്റ്റേ ചെയ്തത് അത്തപ്പ ഗൗണ്ടർ കോട്ടേജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു അങ്ങനെ റൂമിൽ സാധനമൊക്കെ കൊണ്ടുവച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് ഇതേ ഞങ്ങൾ ഇവിടെ ഒരു അമ്പലം അടുത്തുണ്ടെന്ന് പറഞ്ഞു, ബാലമുരുകൻ്റെ അമ്പലം. അവിടെ ഒന്ന് തൊഴാനായിട്ട് ചെന്നപ്പോൾ ഇച്ചിരി നേരത്തെ ആയിട്ടോ. അതുകൊണ്ട് ഞങ്ങൾ തൊഴുതിട്ട് നിൽക്കാമെന്ന് ഓർത്തു. അപ്പം അവിടെ ചെന്നപ്പോഴത്തേക്ക് എല്ലാവരും പറഞ്ഞു മുട്ട അടിച്ചേച്ച് ഇന്ന് മുട്ട അടിക്കാം, എന്നിട്ട് നാളെ നമുക്ക് അമ്പലത്തിൽ കയറിയിട്ട് അങ്ങ് പോയാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ മക്കളെ മുട്ട അടിക്കാൻ കൊണ്ടുപോവാണേ. മുട്ട അടിക്കുന്നതിന് മുമ്പ് ഫോട്ടോയൊക്കെ എടുത്തായിരുന്നു. അത് കഴിഞ്ഞത് മുട്ടയൊക്കെ അടിച്ച് മക്കൾ സെറ്റായിരിക്കുവാണേ. കുഞ്ഞിനെന്തോ ആശ്വാസം പോലെ മുടിയൊക്കെ ഇറക്കിയപ്പം ഞങ്ങൾ നേരെ വന്നത് ബാലമുരുകൻ്റെ അമ്പലത്തിലേക്കാണേ. നേരത്തെ ഒരുപാട് തവണ ഞാൻ പഴനി വന്നിട്ടുണ്ട്, പക്ഷേ ഇതുവരെ ഈ ഒരു അമ്പലത്തിൽ വന്നിട്ടില്ല കേട്ടോ. വലിയൊരു അമ്പലം, ഒരുപാട് ആളുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെയാണേ. നമുക്കിതിനെക്കുറിച്ച് അറിയത്തോലും ഇല്ലായിരുന്നു. അങ്ങനെ നേരത്തെ വരിക, നേരി പഴനിയിൽ മലയിൽ കയറുക, പോരുക, അത്രയേ ഉള്ളായിരുന്നേ. പിന്നെ തൊഴുതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിവിടെ റിലാക്സ്ഡ് ആയിട്ട് കുറേ നേരം ഇരുന്നേ. അല്ലെങ്കിലും തൊഴുത് കഴിഞ്ഞ് അമ്പലത്തിലിരിക്കാൻ ഒരു പ്രത്യേക ഫീലല്ലേ. ഇനി നമുക്ക് ഫുഡൊക്കെ കഴിക്കണം. ഫുഡൊക്കെ കഴിച്ചിട്ട് റൂമിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ നേരെ വന്നത് ശരവണ ഭവനിലേക്കാണ്. ഈ വാതിക്കൽ തന്നെ ഒരു കോലമൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു, നല്ല ഭംഗിയായിരുന്നേ. അപ്പോൾ അങ്ങനെ കയറി ഇലക്കകത്ത ഫുഡ് തരുന്നത് അവിടെ. നമ്മുടെ അങ്ങനെ അവിടെയൊന്നും അങ്ങനെ ഇലക്കകത്ത് തരുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പം ഇലക്കകത്തായിരുന്നു ഫുഡ് കഴിച്ച്. പൂരിയും മസാല ദോശയും അങ്ങനെയുള്ള സാധനങ്ങൾ ഒക്കെ ആയിരുന്നു കഴിച്ചേട്ടോ. അല്ലെങ്കിൽ നമ്മൾ അമ്പലത്തിൽ വരുമ്പോൾ അങ്ങനത്തെയാണല്ലോ കഴിക്കാറ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇതേ ഇറങ്ങിയപ്പോൾ ഇങ്ങനെ ഒരു വഴിയിൽ നമ്മളങ്ങോട്ട് നടക്കുന്ന വഴിയിൽ ഫുള്ളിങ്ങനെ കടകളാണേ. അങ്ങ് മേളിൽ കണ്ടതാട്ടോ ഇത് പഴനി. അപ്പോൾ നമ്മൾ ഒരു കടയിൽ കയറി കുറേ കടകളിൽ കയറി നോക്കി, പല വിലയാണ് എല്ലായിടത്തും. പിന്നെ പുറത്ത് കൊടുക്കുന്നവർക്ക് അതിലും വിലക്കുറവ് അങ്ങനെയൊക്കെയാണ് കേട്ടോ. നമ്മളിവിടെ വന്ന് നോക്കി ശരിക്കും എടുക്കാനേ പറ്റുള്ളൂ. നോക്കി ഉടനെ എടുത്തിട്ട് പോയാൽ വിലയൊക്കെ ഭയങ്കരമാണ് ഓരോ കടകളിലെ. അപ്പോൾ അങ്ങനെ നമുക്കിഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ നേരെ റൂമിലേക്ക്. ഇനിയിപ്പോൾ രാവിലെയാണ് പഴനി കയറുന്നത് മലയിൽ. അപ്പോൾ രാവിലെ റെഡിയായി പോയിട്ട് തിരിച്ചു വന്നു കേട്ടോ. നമുക്കവിടെ ഫോണൊന്നും കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് വേറെ വീഡിയോസ് ഒന്നുമില്ല അവിടുത്തെ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നമ്മൾ അങ്ങോട്ട് പോയത് പടി കയറിയായിരുന്നേ. അപ്പോൾ മക്കളൊന്നും എടുക്കാൻ പറഞ്ഞില്ല, എല്ലാവരും നടന്നു. എല്ലാം നല്ല ഇത് കയറാൻ പറ്റി. അങ്ങനെ നല്ലതായിട്ട് മേലോട്ട് കയറി. പിന്നെ തിരിച്ച് ഞങ്ങൾ റോപ്പ് വേയിലാണേ വന്നത്. അപ്പോൾ അതൊരു എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് ഓർത്ത് അതിലേ കയറിയത്. അങ്ങനെ നമ്മളിതുവരെ കയറിയിട്ടില്ല, അപ്പോൾ ഒന്ന് കയറിയേക്കാമെന്ന് ഓർത്ത് റോപ്പ് വേയിലാണേ വന്നത്. അപ്പം ഒരുപാട് മയിലിനെ കണ്ടു. അത് ഭയങ്കര സന്തോഷമായിട്ട് എല്ലാവർക്കും. അങ്ങോട്ട് പോയപ്പോൾ മയിലിനെ ഒന്നും കണ്ടില്ലായിരുന്നു. പിന്നെ തിരിച്ചിറങ്ങിയപ്പോഴാണ് മയിലിനെയൊക്കെ കണ്ടത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരുന്നത് മൂന്നാർ വന്ന് കയറുന്ന ഒരു വഴിയാണ് കേട്ടോ, തമിഴ്നാട്ടിൽ നിന്ന്. അപ്പോൾ മൂന്നാറ്റിലേക്ക് ആ ഒരു വഴിയിലാണേ പോരുന്നത്. ഈ ഒരു വഴി എന്ന് പറഞ്ഞാൽ കാടിനകത്തൂടെ 70 കിലോമീറ്ററോളം ഓടണം വണ്ടിയെ. അപ്പോൾ അങ്ങനെ പോരുന്നത്. നമുക്ക് സ്ലോ ആയിട്ടേ പോരാൻ പറ്റുള്ളൂ, വന്യമൃഗങ്ങളൊക്കെ ഉള്ള വഴിയാണെന്നാണ് പറഞ്ഞത്. ഞങ്ങളിങ്ങോട്ട് ഈ റോഡിലേക്ക് കയറുന്നതിന് തൊട്ട് മുന്നേ കരിക്ക് കുടിക്കാൻ ഇറങ്ങിയായിരുന്നേ. അവിടെയൊക്കെ കടകളുള്ളൂ, ഇങ്ങോട്ട് കടകളൊന്നുമില്ല കേട്ടോ. അപ്പോൾ അവിടുത്തെ അമ്മ പറഞ്ഞു അവിടെ മഴ കിട്ടിയിട്ട് 2 വർഷമായെന്ന്. അവർക്ക് വെള്ളമില്ല, വെള്ളം പൈപ്പ് വെള്ളമാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ആ ഒരു ഇത് നമുക്ക് ഈ കാട്ടിക്കൂടെ വരുമ്പോൾ കാണാനും ഉണ്ടേ. മുഴുവൻ ഉണങ്ങി കരിഞ്ഞാണ് മരങ്ങളെല്ലാം നിൽക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ കേരളത്തിൻ്റെ ബോർഡർ ആകുമ്പോഴത്തേക്ക് അതും കാണാനുണ്ട്. നല്ല പച്ചപ്പും മഞ്ഞും തണുപ്പും ഒക്കെ കാണാറുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ താഴെ കാണുന്നത് പാമ്പാറാണ്, കിഴക്കോട്ട് ഒഴുകുന്ന നദിയിൽ ഒന്നാണ്. അപ്പോൾ അത് ഈ ഒരു മൂന്നാർ ഭാഗത്താണ് കേട്ടോ.
അതൊക്കെ ഇങ്ങനെ കണ്ട് ഞങ്ങളിങ്ങനെ പോരുവാണേ. അപ്പോൾ ഈ പോരുന്ന വഴിക്ക് നമ്മുടെ കേരളത്തിൽ കയറി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ചന്ദനക്കാട് കാണാൻ പറ്റും. മറയൂർ ചന്ദനക്കാടുണ്ടല്ലോ. അപ്പോൾ ഈ കാണുന്നൊക്കെ ചന്ദനമാണ് കേട്ടോ. വലിയ മരങ്ങളാണ്, ഭയങ്കര മരങ്ങളായിട്ട് നിൽക്കുവാണേ, ഒരുപാട് ചന്ദനം. അങ്ങനെ ചന്ദനക്കാടൊക്കെ കണ്ട് കുറച്ച് ആൾതാമസമുള്ള സ്ഥലത്തേക്ക് ഞങ്ങൾ എത്തി കേട്ടോ. അങ്ങനെ നമ്മൾ നല്ല തണുപ്പായി തുടങ്ങി കേട്ടോ. വട്ടവട, മൂന്നാർ ആ ഭാഗമാണ്. അപ്പോൾ ഇവിടുന്ന് ഇനിയിപ്പോൾ നമുക്ക് കുറേ തണുപ്പൊക്കെ ആസ്വദിച്ച് പോകാവേ. ഇവിടെയൊക്കെ സൈഡിൽ ഈ മറ്റേ ചന്ദന മരങ്ങൾ നിൽപ്പുണ്ട് കേട്ടോ. ഇവിടുത്തെ ചന്ദനത്തിൽ കൂടുതൽ കാതലുണ്ടെന്നാണ് പറയുന്നത്. ഓരോ ചന്ദനത്തേലും നമ്പരും ഇട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ നമ്മുടെ തേയിലത്തോട്ടങ്ങളിലൊക്കെ എത്തിയിട്ടോ. ശരിക്കും ഇത് ഗ്യാപ്പ് റോഡ് വഴിയാണ് പോകുന്നത്. ഈ ഗ്യാപ്പ് റോഡ് എനിക്ക് മൂന്നാർ വരുമ്പം, ഞാൻ ഒരു തവണയേ മൂന്നാർ വന്നിട്ടുള്ളൂ. ആ മൂന്നാർ വരുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് അങ്ങ് ടോപ്പ് സ്റ്റേഷനിൽ കയറുന്നതിലും ഭംഗി ഈ ഒരു നമ്മുടെ ഈ ഗ്യാപ്പ് റോഡ് വഴി പോകുന്നതാണ്. ശരിക്കും നമ്മൾ ഒറ്റയടിക്ക് പോകാതെ ഇടയ്ക്ക് ഇറങ്ങി ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് പോവുകയാണെങ്കിൽ ഏറ്റവും ഭംഗി ഇത് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ ഇടയ്ക്ക് ഇറങ്ങിയായിരുന്നു. ഇന്ന് നല്ല മഞ്ഞും മഴയൊക്കെ ആയിരുന്നു. പൊടിച്ചാറ്റിൽ ഇങ്ങനെ ചാറിക്കൊണ്ടേയിരിക്കുമായിരുന്നു. നമുക്ക് ഇറങ്ങി ഒത്തിരി നേരം സ്പെൻഡ് ചെയ്യാനുള്ളൊരു ഇതൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഇടയ്ക്ക് ഒരു വെള്ളച്ചാട്ടം കണ്ടപ്പോൾ ഇറങ്ങിയാണേ, നല്ല ഭംഗിയായിരുന്നു. അത് ആദ്യം ഇച്ചിരി താഴെ ഭാഗമേ നമുക്ക് വണ്ടി ഇരിക്കുമ്പോൾ കാണത്തുള്ളൂ. ഇറങ്ങി നോക്കിയപ്പോഴാണ് അങ്ങ് മേലിൽ നിന്ന് വരുന്ന വ്യൂ കണ്ടത്. എന്ത് രസമായിരുന്നു. പിന്നെ ആനയിറങ്കൽ ഡാം നമുക്ക് വഴി നിന്നാൽ കാണാവേ. അപ്പോൾ അതിൻ്റെ അടുത്തോട്ടൊന്നും പോകുന്നില്ല. അവിടെ ശരിക്കും അങ്ങേ സൈഡിൽ അത് കാടാണ്. ആ കാടിൻ്റെ ഭാഗത്ത് ആനകളും വന്ന് വെള്ളം കുടിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇത് നല്ല രസമാണ് കാണാൻ. അവിടെ ഞാൻ പോയിട്ടുണ്ട്. ഇപ്പം പോകാനായിട്ടൊരു മഞ്ഞും തണുപ്പും മഴയൊക്കെ ആയതുകൊണ്ട് മക്കളെയും കൊണ്ടൊക്കെ ഇറങ്ങാമെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടല്ലേ, അതുകൊണ്ട് ഇറങ്ങിയില്ല. പിന്നെ കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ ആ കാണുന്നത് കണ്ടോ, ഒരു വെള്ളപ്പൊട്ട് പോലെ, അത് ഈ വീട്ടിയുടെ ടീ ഫാക്ടറിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഗ്യാപ്പ് റോഡ് വഴി വന്നപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിനി വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും കമൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കല്ല.